ലിസ്റ്റിൻ സ്റ്റീഫന്റെ തിയേറ്ററിന്റെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ മലയാള സിനിമയിൽ തന്നെ ഒരുപാട് പേര് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ടവരാണ് ഈ പറയുന്ന പൃഥ്വിരാജ്, ജയസൂര്യ, അതോടൊപ്പം തന്നെ മഞ്ജു വാര്യർ, അതോടൊപ്പം തന്നെ നമ്മുടെ നടൻ ദിലീപ്. ഒന്ന് ആലോചിക്കണേ, എന്തൊക്കെയാണ് ഈ ദിലീപിനെ കുറിച്ചും മഞ്ജു വാര്യരെ കുറിച്ചും പൃഥ്വിരാജിനെ കുറിച്ചും ഒക്കെ തന്നെ പറഞ്ഞ് നടന്നത്. ദിലീപിന് മഞ്ജു വാര്യരെ കണ്ടൂടാ, മഞ്ജു വാര്യർക്ക് ദിലീപിനെ കണ്ടൂടാ, പൃഥ്വിരാജ് ദിലീപിന്റെ അടുത്ത് മിണ്ടൂല, അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണ്. ഇവരൊക്കെ തന്നെ ഇപ്പൊ ആരായി ശരിക്കും പറഞ്ഞ ഈ നാട്ടുകാരൊക്കെ തന്നെ ഈ പറഞ്ഞു നടന്നവരൊക്കെ തന്നെ ഇപ്പൊ ആരായി? ശശിയായി. ഈ കാഴ്ച നിങ്ങൾ കണ്ടില്ലേ? ദിലീപ് പടികേറി വരുന്നു. ആ വരവില് മഞ്ജു വാര്യർ ഉൾപ്പെടെ എഴുന്നേറ്റ് നിൽക്കുന്നു, പൃഥ്വിരാജ് ഉൾപ്പെടെ എഴുന്നേറ്റ് നിൽക്കുന്നു, ജയസൂര്യ കൈ കൊടുക്കും, ജയസൂര്യക്ക് കൈ കൊടുക്കും, ജയസൂര്യ എഴുന്നേറ്റ് നിൽക്കുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ദിലീപിന്റെ ഹേറ്റേഴ്സിന്റെ കാര്യമാണ് എനിക്ക് സത്യം പറഞ്ഞ് ആലോചിക്കുമ്പോഴത്തേക്കും പരിതാപകരമെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞ ഒന്ന് ആലോചിക്കണം, എന്തൊക്കെ ആയിരുന്നു ഈ പറഞ്ഞ രീതി തള്ളലുകൾ. അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണ്. ഇപ്പൊ എന്താണ്? അവർ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല. ഈ കാഴ്ചയ്ക്കപ്പുറം ഇനി എന്ത് വേണം? മഞ്ജു വാര്യരടക്കം എഴുന്നേറ്റ് നിൽക്കുന്ന ആ ഒരു കാഴ്ച ഈ വീഡിയോ തന്നെ കൃത്യമാണ്. അതോടൊപ്പം തന്നെ മറ്റേ വീഡിയോ കാണുമ്പോഴത്തേക്കും ആ ഒരു രീതിയിൽ മഞ്ജു വാര്യർ ഫോക്കസ് ചെയ്യുന്നുണ്ടോ? ആ ഒരു നോട്ടം അതെങ്ങോട്ടാ പോയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. ആ വീഡിയോ കാണുമ്പോഴത്തേക്കും നമുക്കറിയാം, ഒരറ്റത്ത് മഞ്ജു വാര്യർ, അപ്പുറത്തറ്റത്ത് ദിലീപ് ഇരിക്കുന്നു. മഞ്ജു വാര്യരുടെ നോട്ടം എങ്ങോട്ടാണ് ശരിക്കും പറഞ്ഞാൽ? ദിലീപിലേക്കാണോ ഇനി ആ നോട്ടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ? ആ വീഡിയോ കാണുമ്പോഴത്തേക്കും നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നും ഇനി മഞ്ജു വാര്യർ ദിലീപിനെ നോക്കിയതാണോ എന്നുള്ള തരത്തിലൊക്കെ തന്നെ. എന്താ അതൊക്കെ പോട്ടെ. മഞ്ജു വാര്യർ എഴുന്നേറ്റ് നിന്ന് ദിലീപിന് കൈ കൊടുത്തെന്നൊക്കെയാണ് അതിൽ ആ വീഡിയോയ്ക്ക്. ആ വീഡിയോ ഞാൻ കണ്ടില്ല, പക്ഷെ ദിലീപിന് കൈ കൊടുത്തു, ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു എന്നൊക്കെ ആ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത് കാണും. കാരണം ചില വീഡിയോസൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് ആ ഒരു തരത്തിൽ ഓരോന്നായിട്ട്. ഞാൻ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഇന്ന് കണ്ട ഒരു വീഡിയോ ആണ്. ഈ ഉദ്ഘാടനം എനിക്ക് തോന്നുന്നു മിനിഞ്ഞാന്നാ കണ്ടോ കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ പൃഥ്വിരാജ് ദിലീപിന്റെ അടുത്ത് മിണ്ടുന്ന ആ ഒരു സീനും കണ്ടിട്ടുണ്ട്. അതായത് ദിലീപ് എന്തോ പറയാൻ വേണ്ടി പൃഥ്വിരാജ് ചിരിക്കുന്ന ഒരു സീനും കാര്യങ്ങളൊക്കെ തന്നെ അതും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ മഞ്ജു വാര്യർ, ദിലീപ്, പൃഥ്വിരാജ്, ജയസൂര്യ, ഈ ഒരു വീഡിയോ ഞാൻ ഇന്നിപ്പോൾ കണ്ട ഒരു വീഡിയോ ആണ് ശരിക്കും പറഞ്ഞത്. ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാനും ആലോചിച്ചു എന്തൊക്കെയാണ് ഇവരെ കുറിച്ചൊക്കെ തന്നെ പറഞ്ഞ് നടന്ന ഓരോ കാര്യങ്ങൾ. എന്നിട്ട് നോക്കിയേ, ദിലീപ്, മഞ്ജു വാര്യർ രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല. ദിലീപിനെ കണ്ട മഞ്ജു വാര്യർ വരെ എഴുതിയിരിക്കുന്നു, ഷേക്ക് ഹാൻഡ് കൊടുത്തു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ വീഡിയോ വന്നിട്ടില്ല, ചിലപ്പോൾ അത് ഇനി വന്നാലായി. എന്തായാലും കൊള്ളാടെ. ഇവരെക്കുറിച്ചൊക്കെ തന്നെ അപവാദങ്ങൾ പറഞ്ഞ് നടക്കുന്ന ഇവരെക്കുറിച്ചൊക്കെ തന്നെ എന്താ പറയാ, അത് ദിലീപിന്റെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഒരു കൂട്ടർ ഇപ്പുറത്തെ വശത്ത്, മഞ്ജു വാര്യർ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടർ മറ്റൊരു വശത്ത്. അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണ്. ഒരു കുന്തവും ഇല്ല, ഒരു ചുക്കുമില്ല, ഒരു ചുണ്ണാമ്പും ഇല്ല. ഇവിടെ പൃഥ്വിരാജിനും പ്രശ്നമില്ല, ഇവിടെ മഞ്ജു വാര്യർക്കും പ്രശ്നമില്ല, ഇവിടെ ദിലീപിനും പ്രശ്നമില്ല. അവരവരുടെ കാര്യം നോക്കി മുന്നോട്ട് പോകുന്നുണ്ട്. അവർ തമ്മിൽ ഈ പറഞ്ഞ രീതി സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് അവർ തമ്മിൽ എന്തോ വലിയ ശത്രുതയാണ്, അതാണ് ഇതാണ് ഒന്നുമില്ല എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞതിരി മഞ്ജു വാര്യർ ദിലീപിനെ കണ്ടിപ്പോൾ എഴുന്നേറ്റൊക്കെ നിന്ന് കൈ കൊടുക്കേണ്ട ആ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ? അപ്പം അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു സീനി കാണുന്നുണ്ട്. ഈ പറഞ്ഞിട്ട് കൈ കൊടുക്കുന്ന കണ്ടിട്ടില്ലെങ്കിൽ പോലും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ദിലീപ് മഞ്ജു വാര്യർക്ക് കൈ കൊടുത്തിട്ട് തന്നെ ആയിരിക്കണം ജയസൂര്യയിലേക്ക് വരുന്നത്, പിന്നെ പൃഥ്വിരാജിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ മഞ്ജു വാര്യർ അവിടെ എഴുന്നേറ്റ് നിൽക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം അതാണ് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന കണക്കോ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ മനസ്സിൽ ചിന്തിക്കുന്ന കണക്കോ ഒന്നും അല്ല കാര്യങ്ങളെന്ന് പറയുന്നത്. അവർ തമ്മിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അവർ മ്യൂച്വലായിട്ട് ആ ഒരു രീതിയിൽ ഡിവേഴ്സായി കാര്യങ്ങളായി. അത്ര തന്നെ അതിന് സംഭവം. അല്ലാതെ എന്തോ വലിയ അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണ്. മഞ്ജുവിനെ പൊക്കുന്നു, ദിലീപിനെ പൊക്കുന്നു, ഓരോരുത്തരൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ വന്ന് ദിലീപിനെ തെറി പറയുന്നു, മഞ്ജു വാര്യരെ തെറി പറയുന്നു. അവർ തമ്മിൽ ആ കണ്ടപ്പോഴത്തേക്കും കണ്ട ഒരു കാഴ്ച എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. കാരണം എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സീൻ ആദ്യം ഈ ഒരുമിച്ച് കാണുന്നതെന്ന് പറയുന്നത്, ദിലീപ് മഞ്ജു വാര്യരുടെ ആ ഒരു ഇത്. അപ്പം ഇനിയെങ്കിലും മനസ്സിലാവുക, നമ്മൾ പുറമേ കാണുന്ന ആ ഒരു ഇതൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. യാഥാർത്ഥ്യം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ അവർ ഒരുമിച്ച് വന്നപ്പോഴത്തേക്കും എന്താണ് എന്നുള്ളത് കണ്ടല്ലോ. ഈ ഒരു സിറ്റുവേഷൻ വേണമെങ്കിൽ ദിലീപിനെ ഒഴിവാക്കാമായിരുന്നു, ഈ ഒരു സിറ്റുവേഷൻ വേണമെങ്കിൽ മഞ്ജു വാര്യരെ ഒഴിവാക്കാമായിരുന്നു. കാരണം ദിലീപ് വരുമെന്നുള്ളതും മഞ്ജു വാര്യർ വരുമെന്നുള്ളതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമല്ലോ. അപ്പം അവരൊക്കെ സമ്മതം ഉള്ളതുകൊണ്ട് തന്നെയാണല്ലോ രണ്ടുപേരും ഒരുമിച്ച് വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റിയതെന്ന് പറയുന്നത്. അപ്പോൾ അതിലും ആരാണ് ശശിയായത്? ജനങ്ങളാണ്. അപ്പോൾ അനാവശ്യമായിട്ട് ഈ പറഞ്ഞ രീതി അവർക്ക് പ്രശ്നമാണ്, ഇവർക്ക് പ്രശ്നമാണ്, അതാണ് ഇതാണ്, പൃഥ്വിരാജ് കണ്ടില്ലേ എന്തായിരുന്നു ദിലീപിനോടുള്ള ആ ഒരു റിയാക്ഷൻ പൃഥ്വിരാജിന്റെ? അപ്പോൾ ഇതാണ് പറയുന്നത്, ആവശ്യമില്ലാത്ത രീതിയിൽ ഓരോന്നിങ്ങനെ കുത്തിപ്പൊക്കി അതാണ് ഇതാണ് ചക്കയാണ് വാങ്ങിയാണ് അവർ തമ്മിൽ എന്തോ വലിയ ഇതോണം എന്നൊക്കെ പറഞ്ഞ് ഒരു പുണ്ണാക്കട്ടില്ല, ഒരു പുണ്ണാക്കില്ല. ഇനിയെങ്കിലും അത് തിരിച്ചറിയുക. ദിലീപിന്റെ കാര്യം നോക്കി മുന്നോട്ട് പോകുന്നുണ്ട്, മഞ്ജുവാരുടെ കാര്യം നോക്കി മുന്നോട്ട് പോകുന്നുണ്ട്, പൃഥ്വിരാജിന്റെ കാര്യം നോക്കി മുന്നോട്ട് പോകുന്നുണ്ട്. അവർ തമ്മിൽ എന്തോ വലിയ ആനയാണ് ചക്കയാണ് വാങ്ങിയാണ് ഒരു പുണ്ണാക്കുമല്ല എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കുക.